എത്ര പേര് സ്വയം മരിക്കുന്നു. ഏത് വലിയ നേട്ടത്തിന് വേണ്ടി ഞാൻ ശൈത്താന് എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് എന്താണെന്ന് ചിന്തിക്കാനുള്ള ബോധം നല്ല വിദ്യാഭ്യാസമുള്ള പലർക്കും ഇല്ല എന്ന് പറയുമ്പം എത്ര ഭീകരാവസ്ഥയാണ്. ഈശ്വരൻ മനുഷ്യന് തന്നിട്ടുള്ള വിവേകബുദ്ധി, കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനത്തിന് 1% പോലും ഉപയോഗിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് അതുകൊണ്ട് എന്തോ അതിഭീകരമായിട്ടുള്ള അത്ഭുതം ഉണ്ടാവും. ചുവന്ന പട്ടുടുത്ത് മറ്റുള്ളവർ അവനവൻ്റെ തന്നെ തല വെട്ടി ഹോമിച്ചാൽ വലിയ നേട്ടമുണ്ടാകുമെന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ധരിക്കാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിയുക? ബ്ലാക്ക് മാജിക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, കുറേ ഗോഷ്ഠി കാണിച്ചെന്നോർത്ത് സൈത്താൻ വന്ന് നമ്മളെ സഹായിക്കുമെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയ്ക്ക് അപ്പുറേക്ക് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുക, നല്ലത് ചെയ്യുന്ന ആളുകളുടെ കൂടെ ജീവിക്കുക. അപ്പുറം കുറേ ആളുകൾക്ക് നിങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാവും, അപ്പുറം കുറേ ആളുകൾ നശിച്ചാലേ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവുമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ കൂടെ പോകാതിരിക്കുന്ന ആൾക്കാർക്ക് കൊള്ളാം. പക്ഷേ മാനസിക രോഗമായാൽ ഏത് തരത്തിൽ ചികിത്സിക്കാൻ പറ്റുമെന്ന് സമൂഹം തന്നെ ചിന്തിച്ചേ മതിയാവും. അല്ലേ? ഇവരുടെ ഒരു ശത്രു എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനുള്ള ചടങ്ങുകളാണ് ഇവർ പൊതുവേ ചെയ്യുന്നത്. നമ്മൾ അതിന് സാമൂഹികമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നല്ല ചിന്തയുള്ള ആളുകളെ ആണ് യഥാർത്ഥത്തിൽ മോശം ചിന്തയുള്ളവർ സ്വാധീനിക്കാൻ ശ്രമിക്കുക. കാരണം മോശം ചിന്തയുള്ളവർക്ക് നല്ല ചിന്തയുള്ളവരുടെ പണമാണ് വേണ്ടത്, അവരെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പം മോശം ചിന്തയുള്ളവർ വിചാരിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ആൾക്കാർ വേണമെങ്കിൽ നല്ല ചിന്തയുള്ളവരിൽ നിന്നല്ലേ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല ചിന്തയുള്ളവരെ സ്വാധീനിക്കുക, ആ സ്വാധീനിക്കുക, അവരുടെ ചിന്താമണ്ഡലത്തെ മാറ്റുക. അവർക്ക് മയക്കുമരുന്നോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്ന തരത്തിലുള്ള കഥകളോ പറഞ്ഞ് അവരെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു വലിയ ടീം ഉണ്ടായി മാറും. ആ ടീമിനെ കൊണ്ട് ഇവർക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈശ്വരനോ പിശാചോ അല്ല പ്രശ്നം, 2 ഗ്രൂപ്പുകളാണ് ഇവിടുത്തെ പ്രശ്നം. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്ന ഒരു ഗ്രൂപ്പും നെഗറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന ഗ്രൂപ്പും. നെഗറ്റീവായിട്ട് സമീപിക്കുന്ന ഗ്രൂപ്പിന് അപ്പുറയുള്ള ആളുകളെ നമുക്കറിയാം. ചില രാജ്യങ്ങൾ തീവ്രവാദത്തിലേക്കൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പ്രവർത്തനം ചെയ്യാൻ ആളുകളെ വേണം. അത് നല്ല ഏരിയയിൽ നിന്നേ എടുക്കാൻ കഴിയുള്ളൂ. ഇത്തരത്തിലാണ് പലപ്പോഴും ഈ നെഗറ്റീവ് മാസുകൾ വർക്ക് ചെയ്യുന്നത്. അവരുടെ അംഗബലം കൂട്ടുക, അവരുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുക, അതിന് നല്ല ആളുകളെ കൂടുതൽ നശിപ്പിച്ച് അവരുടെ കൂടെ ചേർക്കുക. ഇതിൽ പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ്. നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിക്കുക. ഈശ്വരൻ എന്നുള്ളതിന് ബദൽ അപ്പുറം ഒരു പിശാചൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ നല്ല ചിന്തയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ ഒരു പിശാചിനും നമ്മളെ ബാധിക്കാൻ കഴിയില്ല.